بسم الله الرحمن الرحيم رب زدني علما റളിയല്ലാഹു അൻഹു പറയുന്നു, സലാസു ആയാത്തിൻ നസലത്ത് മഖ്റൂനത്തൻ ബി സലാസ്. വിശുദ്ധ ഖുർആനിലെ 3 സൂക്തങ്ങൾ മറ്റു 3 കാര്യങ്ങളോട് സഹവസിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത്. ലം തുഖ്ബൽ മിൻഹ വാഹിദത്തുൻ ബിഗൈരി ഖലീനത്തിഹാ. ആ 3 ആയത്തുകളിൽ പറയുന്ന ഒരു കാര്യം അതിനോട് സഹവസിച്ചുകൊണ്ട് അന്വരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. ഇഹ്ദാഹ, ആ 3 സൂക്തങ്ങളിൽ ഒന്ന് ഖൗലുഹു തആല, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൻ നിസായിലെ 59-ാമത്തെ സൂക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും വഴിപ്പെടുക. ഫമൻ അത്വാഅ അല്ലാഹ വലം യുതിഇ റസൂലഹു ലം യുഖ്ബൽ മിൻഹു. വല്ലവനും അള്ളാഹുവിന് വഴിപ്പെട്ടു, അതേസമയം അള്ളാഹുവിൻ്റെ റസൂലിന് വഴിപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിനുള്ള വഴിപ്പെടൽ അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. അസാനിയത്തു, 2-ാമത്തെ സൂക്തം ഖൗലുഹു തആല, സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ സൂക്തമാകുന്ന വ അഖീമുസ് സ്വലാത്ത വ ആത്തുസ് സക്കാ. നിങ്ങൾ 5 നേരത്തെ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടെ നിലനിർത്തുകയും നിങ്ങൾ നിർബന്ധമാകുന്ന സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുക. ഫമൻ സ്വല്ല, വല്ലവനും നമസ്കരിച്ചു, വലം യുസക്കി, അവന് സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തുണ്ടായിട്ട് അതിൻ്റെ സക്കാത്ത് അവൻ കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ ലം യുഖ്ബൽ മിൻഹു, അവനിൽ നിന്നും നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. അസാലിസത്തു, 3-ാമത്തെ സൂക്തം ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്കാണ്. അനിഷ്കുർ ലീ വലി വാലിദൈക, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക, വലി വാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യുക, ശുക്ർ ചെയ്യുക. ഫമൻ ശകറല്ലാഹ വലം യഷ്കുർ വാലിദൈഹി, വല്ലവനും അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്തു, പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ നന്ദി ചെയ്തിട്ടില്ല എങ്കിൽ ലം യുഖ്ബൽ മിൻഹു, അള്ളാഹുവിന് ചെയ്ത ശുക്ർ അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദില്ലല്ലാഹി ഫീ ദില്ലൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും. വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ദേഷ്യത്തിലും ക്രോധത്തിലുമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യവും ക്രോധവുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം. അതുകൊണ്ട് ബഹുമാനികളെ, അള്ളാഹുവിന് വഴിപ്പെടുകയും അള്ളാഹുവിൻ്റെ റസൂലിനും നാം വഴിപ്പെടുകയും വേണം. അതുപോലെ 5 നേരത്തെ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിക്കുകയും സക്കാത്ത് നിർബന്ധമാകുന്ന മുതൽ നമുക്കുണ്ട് എങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുകയും വേണം, എങ്കിലേ നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടൂ. എന്നതുപോലെ പടച്ച തമ്പുരാന് വേണ്ടി നാം ശുക്ർ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കും നാം നന്ദിയും ശുക്രും ചെയ്തെങ്കിലേ പടച്ച തമ്പുരാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശുക്ർ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.